കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ പണം നഷ്ടമായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും. കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്കാണ് ദുരിതാശ്വാസ സഹായമായി ലഭിച്ച തുക നഷ്ടമായത്. CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ പണം നഷ്ടമായവരിൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരും. ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയായിരുന്നു ലക്ഷ്മി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയച്ചുവെന്നാണ് പരാതി. ക്യാൻസർ ബാധിതയായ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു പണം. ഞാന് എൻഡോസൾഫാന്റെ രോഗി, എനിക്ക് 5 ലക്ഷം കിട്ടിയത്. അത് പോയിട്ട് ഏട്ടിക്ക് സുഖമില്ലാതെ ഏട്ടി അങ്ങനെ 1 ലക്ഷം പോയിട്ട് ചോദിച്ചു. അപ്പൊ അപ്പ പറഞ്ഞു ഇല്ല, ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാന്ന് പറഞ്ഞു. അത്രയും ഏട്ടിക്ക് കയ്യാറായിട്ട് പോയിട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാന്ന്. എന്നിട്ട് ഇത് 5000 തന്നു. നിരവധി സാധാരണക്കാർ പണം പിൻവലിക്കാൻ എത്തുന്നുണ്ടെങ്കിലും അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകുന്നത്. ഒരാഴ്ചക്കുള്ളിൽ പണം നൽകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും പണം എങ്ങനെ നൽകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. 4,76,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ സൊസൈറ്റി സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് പ്രതി മുങ്ങിയത്. സാധാരണക്കാരായ തൊഴിലാളികളടക്കം പാർട്ടിയെയും നേതാക്കളെയും വിശ്വസിച്ചാണ് സൊസൈറ്റിയിൽ കയ്യിലുള്ളതൊക്കെയും നിക്ഷേപിച്ചത്. ചികിത്സയ്ക്കും വീട് വെക്കാനും കല്യാണത്തിനുമടക്കം പണത്തിനായി എത്തുന്നവർക്ക് വെറുങ്കയോടെ മടങ്ങേണ്ട ഗതികേടാണ്. പ്രതികളെ സംരക്ഷിക്കാൻ CPM കൂട്ടുനിൽക്കുന്നുവെന്ന വിമർശനം ശക്തമാവുമ്പോൾ വലിയ ചോദ്യചിഹ്നമാണ് ഇവർക്കു മുന്നിൽ. സമരം ശക്തമാക്കാനുള്ള ആലോചനയിലാണ് പണം നഷ്ടപ്പെട്ടവരൊക്കെയും. ജനം, കാസർഗോഡ്.